ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം ദേ ആ ജ്യോതിഷിയെ കാണാനായിട്ട് പോയി. അദ്ദേഹമാണെങ്കിൽ എന്തൊക്കെയോ ഇന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വിക്രത്തിന് അത്ര വിശ്വാസവും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. കുറേ അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവർ അദ്ദേഹത്തിന് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം കേട്ട് വിക്രം വലിയതായിട്ടൊന്നും അല്ലാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പം നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവ് എനർജി, നിങ്ങളുടെ കൂടെയുള്ള പോസിറ്റീവ് എനർജിയെ വൈകാതെ തന്നെ ഇല്ലാതാക്കുമെന്ന് സാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അത് ഏത് ലിംഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുക. അത് തന്നെ ഇന്ത്യൻ മിഥോളജി പ്രകാരം വിഷകന്യക ദോഷം എന്ന് പറയുന്നൊരു ദോഷമുണ്ടെന്നും ആ ദോഷമാണ് വിക്രത്തെ ബാധിച്ചിരിക്കുന്നതെന്നും പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറയുമ്പം ഭർത്താവ് തട്ടിപ്പോകാനുള്ള എല്ലാ വഴികളും ഉണ്ടെന്നൊക്കെ പറയുക. ഇതിനകം എന്തെങ്കിലും അപകടമൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ട് എന്ന് പറഞ്ഞു വിക്രം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ദേ കൂടുതൽ സൂക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വിഷകന്യക എന്നൊക്കെ വെച്ചാൽ എന്താ സ്വാമി അർത്ഥം എന്ന് കൂടെ വന്ന ചേച്ചി ചോദിക്കുമ്പം അത് സനാതന ഭാരതത്തിലെ ഒരു പ്രയോഗമാണെന്നും ശൈശവം മുതൽ കുറേശ്ശെയായിട്ട് വിഷം കുത്തിവെച്ച് ഒരു കന്യകയെ വളർത്തിയെടുക്കുകയാണെന്നും പ്രായപൂർത്തിയാകുമ്പോൾ ആരെയാണോ വധിക്കേണ്ടത് ആ ആൾക്ക് കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. ആ പുരുഷനുമായിട്ട് രമിക്കുന്ന മാത്രയിൽ അയാൾ വിഷം തീണ്ടി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ അന്തം വിട്ടിരിക്കാം. ഇവിടെ വിഷം നെഗറ്റീവ് എനർജി ആണെന്നും ഒരാളെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് മനസ്സിലിരിപ്പോട് കൂടി ഒരാൾ വന്നാൽ വരുന്നത് സ്ത്രീയും കൂടി ആണെങ്കിൽ അത് വിഷകന്യകയാണെന്ന് അതിനർത്ഥം. അപ്പോൾ പ്രതിവിധി വല്ലതും ഉണ്ടോ എന്ന് ആ ചേച്ചി ചോദിക്കുമ്പം ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുള്ള ചില പ്രത്യേക ധ്യാന സമ്പ്രദായങ്ങളാണ് ഇതിനുള്ള പ്രതിവിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പറയും. അങ്ങനെ കുറേ അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രമൊക്കെ അന്തം വിട്ടിങ്ങനെ ഇരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിരുന്ന് ആലോചിക്കൂ, തിങ്ക് ചെയ്യൂ. ദേ കബഡി നിർത്തി ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയാനേ ഏത് ഊച്ചാളി ജ്യോതിഷിക്കും പറ്റും. പക്ഷേ ദേ പ്രപഞ്ചഗോളങ്ങളെ നിലനിർത്തുന്ന കോസ്മിക് ശക്തിയുമായി കണക്ട് ചെയ്ത് ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കാൻ ഈ നെയ്യാറ്റിൻകര നാരായണൻ സ്വാമിക്ക് മാത്രമേ കഴിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാമി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ വിക്രം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഇവർ അവിടെ നിന്ന് ഇറങ്ങുക. പോകാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് പോയി. ഇയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ കൂട്ടിയും കീഴ്ചയൊക്കെ ആലോചിക്കുക. എന്തായാലും ആവട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം വിക്രവും അതുപോലെ നമ്മുടെ ശ്രീനിവാസൻ്റെ ഭാര്യയും കൂടി ഇങ്ങോട്ട് പോരുക. അപ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ആ ചേച്ചി ചോദിച്ചു വിക്രത്തോട്. അല്ല ചേച്ചി, ഞാൻ ആ സ്വാമി പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ശരിക്കും ആലോചിച്ചപ്പോൾ അതിലൊരു തട്ടിപ്പില്ലേ എന്ന് വിക്രം ചോദിച്ചു. കുറച്ച് മനുഷ്യരെ കുറച്ച് കാലത്തേക്ക് പറ്റിക്കാം, ചില മനുഷ്യരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ചേച്ചി ചോദിച്ചു. മുഴുവൻ സമയവും ധ്യാനിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പം നമ്മളെപ്പോലെ സാധാരണ രീതിയിൽ പെരുമാറാൻ അദ്ദേഹത്തിന് ആവണമെന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവരവിടെ ഇരുന്ന് കഥ പറയുമ്പോൾ ചേട്ടൻ ഇവിടെ ഇരുന്ന് വെള്ളമടിയാ. അപ്പോൾ തട്ടിപ്പാന്ന് വിക്രത്തിന് മനസ്സിലായി. അപ്പോൾ എത്ര കാറുകൾ ആ വീടിൻ്റെ മുറ്റത്തുനിന്ന് നീ കണ്ടോന്ന് ചോദിച്ചു. നമ്മൾ ഇറങ്ങാൻ നേരത്ത് കൺസൾട്ടേഷന് വേണ്ടി കാത്തിരിക്കുന്നവരെ നീ കണ്ടോന്ന് ആ ചേച്ചി ചോദിച്ചു. എല്ലാം വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം. ഒന്ന് നീ മനസ്സിലാക്കിക്കോ, ശ്രീനിവാസൻ എന്ന നിന്റെ സാറ് ഗുണ്ടയിൽ നിന്ന് ജനസമ്മതിയുള്ള രാഷ്ട്രീയക്കാരനായത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ജീവിതം മാറ്റിയെടുത്തത് കൊണ്ടാണെന്ന കാര്യം ചേച്ചി വിക്രത്തോട് പറഞ്ഞു. ഒരു കാര്യം എന്തായാലും ഉറപ്പാ, നിനക്കെതിരെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് നീ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കും എന്നും പറഞ്ഞ് ഈ ചേച്ചി വിക്രത്തോട് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ പോരും കേട്ടോ. വിക്രം നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ രാത്രിയായി. ഈ സമയത്ത് വന്നതും ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് വിശ്വൻ ഇറങ്ങി വന്നു. എന്തോ കുറച്ചുകൊണ്ടായി ഇറങ്ങി വരുന്നത്. അപ്പം അങ്ങനെ അനിയൻ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എന്താ നീ ഇവിടെ വന്നിരുന്ന് ആലോചിക്കാന്ന് ചോദിച്ചു. നീ എന്താ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നപാടെ തിണ്ണ കയറിയിരിക്കുന്നതെന്നൊക്കെ ചേട്ടൻ വന്നാൽ എന്നോട് ചോദിക്കാം. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ പതിവ്, എന്താ കാര്യം? ഏതെങ്കിലും കൊട്ടേഷൻ നടക്കാതെ നാണം കെട്ട് മാനം പോയോടാ എന്നൊക്കെ ചോദിക്കുക. എടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇനിയെങ്കിലും നിനക്ക് നിർത്താൻ പറ്റില്ലെന്നൊക്കെ എനിക്ക് അറിയാം ചില കാര്യങ്ങൾ, എന്നാലും ഒന്നുകൂടി കുറച്ചുകൂടി എന്ന് ഞാൻ ഉദ്ദേശിച്ച കേട്ടോ എന്ന് വിക്രം ഒന്ന് നോക്കിയപ്പോൾ പേടിച്ച് വിശ്വൻ പറയാം. ഇങ്ങനെ ഇരുന്ന് എന്നിട്ടും കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിശ്വൻ. അപ്പോൾ ചേട്ടൻ ഇവിടെ വന്നൊന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വനെ പിടിച്ച് അവിടെ ഇരുത്തി. എന്താ
ചേട്ടൻ അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ എൻ്റെ കാര്യം നോക്കി തോന്നിവാസിയായിട്ട് നടക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വക കാര്യങ്ങൾ ഇവിടെ വിശ്വേട്ടനോടല്ലാതെ വേറെ ആരോടും പറയാനില്ല എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിശ്വന് ഭയങ്കര ഒരു ആത്മാഭിമാനം. വിക്രം, എടാ നീ പറഞ്ഞത് 100% ശരിയാടാ. നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് എൻ്റെ അടുക്കലായിരുന്നു എല്ലാത്തിനും നീ വരിക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം എന്ന് പറഞ്ഞിരിക്കുക വിക്രം. എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും നീ എന്നോട് വന്ന് പറയുമായിരുന്നു, അതും വള്ളി പുള്ളി വിടാതെ വിശദമായിട്ട് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിപ്പോൾ കശുവണ്ടിച്ചോന വീണ് ചുണ്ട് പൊള്ളിയതാണെങ്കിലും റോട്ടിൽ വെച്ച് 9ാം കുഴി കളിക്കുമ്പോൾ ജോസഫിൻ്റെ മകൻ റാഫിയുടെ കയ്യിൽ വടക്കും തോട്ടി വെച്ച് അടിച്ച് പൊട്ടിച്ച കാര്യമാണെങ്കിൽ നീ വന്ന് പറയുമായിരുന്നു എന്ന് പറയുമ്പം മതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് വിക്രം പറയാം. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇയാളുടെ വലിച്ചൊരു ശൈശവം എന്ന് പറഞ്ഞ് ചെല്ലുമ്പം എടാ ഞാൻ വെറുതെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റും അതൊക്കെ ഇങ്ങനെ പറഞ്ഞതാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുരുണ്ട് കളിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന കപ്പലണ്ടി എടുത്ത് കൊടുത്തു. വേണ്ടെങ്കിൽ വേണ്ട തരുന്നില്ല എന്ന് പറഞ്ഞ് വിശ്വനിരിക്കുക. അല്ല നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു, അതാദ്യം നീ പറയാൻ പറഞ്ഞു. അത് പിന്നെ അതെ, ഈ വിശ്വേട്ടന് ഈ നെഗറ്റീവ് എനർജിയിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു വിക്രം. എന്തോന്ന്? അല്ല, അതായത് നമ്മൾ മനുഷ്യന്മാരെ ബാധിക്കുന്ന നെഗറ്റീവായ എനർജി ഇല്ലേ, അതിലും തിന്നേത്തയിലും വിശ്വാസം ഉണ്ടോയെന്ന്. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ലടാ. അപ്പോഴാണ് വേദ ഇറങ്ങി വരുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നതും എന്നാണ് ഞാനും ഇതുവരെ കരുതിയത്. പക്ഷെ ഉണ്ടത്രേ. ആണോ? എന്നും പറഞ്ഞ് വിശ്വനിരിക്കുന്നു. വേദ പുറകിൽ നിന്ന് കേൾക്കുന്നു. നമ്മുടെ മനുഷ്യരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ചില നെഗറ്റീവ് എനർജികളാണെന്നൊക്കെ പറയണു വിക്രം. എന്നും പറഞ്ഞ് വേദ ഇങ്ങനെ നിൽക്കുമ്പോൾ ആണോ എന്ന് വിശ്വൻ. ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയൊന്നും അല്ല എന്നുള്ളത് ചേട്ടൻ അറിയാമല്ലോ. പക്ഷേ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കുന്ന ചില നെഗറ്റീവ് എനർജികളുണ്ട്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നിൽക്കുന്ന ചിലത്. എന്നും പറഞ്ഞുകൊണ്ട് വേദം നിന്ന് ഇങ്ങനെ തലയാട്ടും കേട്ടോ. ആരാടാ ഇപ്പം നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അപ്പം നെയ്യാറ്റിൻകര നാരായണ സ്വാമികൾ. ഏത് കുറച്ചു കാലം മുൻപ് സമാധിയായി പോയ ആ സ്വാമിയാണോടാ എന്നിങ്ങനെ ചോദിക്കും. വേദ ചിരിച്ചു. അതല്ലടാ, ഇതൊരു സയൻറ്റിസ്റ്റാടാ. സയൻറ്റിസ്റ്റോ? അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ഒരാളുണ്ടെന്നേ. ശാസ്ത്രീയമായിട്ടാണ് അങ്ങേര് കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നും പറഞ്ഞ് വേദ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുറകിൽ ഒരാളെയും കൂടെ നമ്മുടെ വേദ കണ്ടു. അത് വേറെ ആരുമല്ല, കമലയെ എന്നിട്ട് പതുക്കെ ഇങ്ങനെ വിളിക്കും, ഇങ്ങ് വന്നെന്നും പറഞ്ഞു. അപ്പോൾ എന്നാ മോളേന്ന് ചോദിച്ചപ്പോൾ വന്നൊന്ന് കേൾക്കാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വേദ പതുക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയപ്പോൾ പോവരുത് നിൽക്കാൻ പറയാം. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതേ മനുഷ്യന്മാരുടെ മാഗ്നറ്റിക് പ്ലസും പ്രപഞ്ചത്തിൻ്റെ മാഗ്നറ്റിക് പ്ലസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നാണെന്നൊക്കെ പറയുമ്പോൾ എന്തോന്നാടാ ഇത്? അത് പിന്നെ ഈ ചന്ദ്രൻ്റെ ആകർഷണം അനുസരിച്ച് വേലിയേറ്റമൊക്കെ ഉണ്ടാവാറില്ലേ, അതുപോലെ ഗോളങ്ങൾ മനുഷ്യരെയും ബാധിക്കുമല്ലോ. അങ്ങനെ സിമ്പിളായിട്ട് കാര്യം പറയാൻ പറഞ്ഞു. ബുധൻ ശുക്രൻ്റെ അടിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വ്യാഴം സ്ഥലം വിട്ട് ശനിയുടെ ഇടയിൽ കയറിപ്പോവും. അപ്പോൾ ചൊവ്വ റൂട്ട് മാറ്റി ഇപ്പുറത്തേക്ക് ചാടും. അപ്പോൾ കേതു ചെന്ന് രാഹുവിൻ്റെ വായിൽപ്പെടും. ആ പരിപാടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അത് ജ്യോതിഷം. പിന്നെ ഇതെന്തോന്ന് സാധനമാടാ? ഇത് കോസ്മിക് മാഗ്നറ്റിക് സയൻസ്. എന്തോന്ന്? ആ സമയത്ത് ശ്രീജ വന്നു, അതുപോലെ തന്നെ നന്ദിനി വന്നു. ഇപ്പോഴേക്കും എന്താന്ന് വേദയോട് ചോദിക്കുക. അപ്പം കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരിവിടെ നിന്ന് ഇവർ പറയുന്നൊക്കെ കേൾക്കുക. അങ്ങനെ നെഗറ്റീവ് എനർജി ഉള്ള ആളുകൾ ചെന്ന് കയറുന്ന സ്ഥലത്തെ ആളുകളെയും നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ എന്നിട്ട് ഉദാഹരണത്തിന് കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉള്ള ആളാണെങ്കിൽ ആ കെട്ടിയവൻ്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിശ്വൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. കമലയും നന്ദിനിയും ശ്രീജയും വേദ എല്ലാവരും എന്നും പറഞ്ഞ് നിൽക്കും കേട്ടോ. എനിക്ക് ആദ്യം ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ മാരണങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും തോന്നുന്നില്ല എന്നൊക്കെ വിക്രമായിരുന്നു പറഞ്ഞു കേട്ടോ. നാരായണൻ സ്വാമി പറയുന്നത് വിഷകന്യകയെ പോലെ കുഴപ്പം പിടിച്ച ഒരു പെണ്ണ് എൻ്റെ ജീവിതം തകർക്കാൻ വന്നിട്ടുണ്ടെന്നാണെന്ന് പറയുമ്പോഴേക്കും വേദയിലേക്കാണെന്ന് മനസ്സിലായി. നന്ദിനിക്ക് സന്തോഷമായി. നന്ദിനി ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ച് നിന്ന് ചിരിക്കുക. അങ്ങനെ അപ്പോഴേക്കും നന്ദിനിക്ക് ക്യൂരിയോസിറ്റി കൂടി കേൾക്കാനായിട്ട്. അല്ലടാ, അതേത് പെണ്ണാടാ എന്ന് വിശ്വൻ ചോദിച്ചപ്പം അതാരാ? ആ വേദ. അതല്ലാതെ ആരാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയ്യോന്നും പറഞ്ഞുകൊണ്ട് കമലയൊക്കെ വാ പൊത്തി നിൽക്കുക പറഞ്ഞുകൊണ്ട് നന്ദിനി നിൽക്കുന്നു. എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാര്യം അച്ഛനെന്നെ ഗുണ്ട, റൗഡി എന്നൊക്കെ പറയെങ്കിലും അങ്ങനെ കുഴപ്പം പിടിച്ച കേസുകൾ കുറേ കാലമായിട്ട് എൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? അതില്ല.
അവൾ ഈ വീട്ടിൽ വന്നതിന് കയറിയതിന് ശേഷം ഞാൻ എത്ര തവണയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുകയാണെന്ന് വിക്രം ചോദിക്കാം. ഇതൊക്കെ കേട്ട് വേദ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. വിശ്വേട്ടനൊന്ന് ആലോചിച്ച് നോക്കുക. അവള് കാരണം ഞാൻ കൊലപാതക കുറ്റത്തിന് വരെ അറസ്റ്റിലാകുമെന്നാ സ്വാമി പറയുന്നതെന്ന് പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കും അതെവിടാന്നും പറഞ്ഞുകൊണ്ട് കമല ചാടി വന്നു. പലതവണ നിന്നെ പോലീസ് പിടിച്ചു, അതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. അപ്പോഴൊക്കെ നിന്നെ പുറത്തിറക്കാൻ ഓടി നടക്കുക ഈ കുട്ടി ചെയ്തത്, അല്ലാതെ അവിടെ കിടന്ന് നരകിച്ചോട്ടെ എന്ന് തീരുമാനിക്കുകയല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടമ്മേന്ന് പറഞ്ഞു വേദ. എന്നിട്ട് നെഗറ്റീവ് എനർജി ആണത്രേ. അങ്ങനെയാണെങ്കിലേ അന്ന് കാപ്പ ചുമത്തി അകത്താക്കാൻ നോക്കിയില്ലേ പോലീസ്, അന്ന് കടന്നേനെ മോൻ ജാമ്യം കിട്ടാതെ ജയിലിനകത്ത്. നെഗറ്റീവ് എനർജി എന്താണെന്ന് മോൻ അറിഞ്ഞേനെന്നും കമല പറഞ്ഞു. ഒരിക്കലും ഞാനത് അറിഞ്ഞിട്ടുള്ളതാ, വീണ്ടും ഇവള് കാരണം അത് അറിയണമെന്നാണ് അമ്മ പറയുന്നതെന്ന് വിക്രം ചോദിക്കുമ്പം ഇവൾ ഒറ്റ ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ അത് വീണ്ടും അറിയാതെ പോയതെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേടാന്ന് ചോദിച്ചു കമല. അതിന്റെ കാരണം ഇവളിവിടെ വന്ന് കയറിയതിൻ്റെതല്ലേ എന്ന് വിക്രം ചോദിച്ചപ്പം അല്ല, നീ തോന്നിവാസം കാണിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വിക്രം പറഞ്ഞു, ശരി അമ്മേ, വിക്രവും അമ്മും തമ്മിലല്ലേ സംസാരിക്കുന്നത്, നീ അതിൽ ഇടപെടേണ്ട നന്ദിനി എന്ന് ശ്രീജ കയറി പറഞ്ഞു. ഞാൻ പറയുന്നതിന് ശ്രീജയ്ക്ക് എന്താണെന്ന് നന്ദിനി. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം വിക്രത്തിന് തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ ആർക്കും സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഉണ്ടോ എന്ന് നന്ദിനി. അപ്പോൾ വേദയെ കുറ്റക്കാരിയാക്കാൻ സംസാരിക്കാം. കൂടെ താമസിക്കുന്ന ഒരാൾ തനിക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നന്ദിനി ചോദിക്കാം. അത് കേട്ടപ്പോൾ ദേ നന്ദിനി, പോരാ കത്തുമ്പോൾ കഴുത്തിന് മുകളിൽ കയറി വാഴവെട്ടാൻ നോക്കരുത് കേട്ടോ. ദേ നീ വന്നു കയറിയതിന് ശേഷം വിനായകന്റെ ഖാദി ബോർഡിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതാ. അപ്പോൾ അതിന്റെ കാരണം നിന്റെ നെഗറ്റീവ് എനർജി ആണോ എന്ന് ചോദിച്ചു. ദേ അമ്മ, വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ, ആ ജോലി എല്ലാവരും പോകുമായിരുന്നു എന്ന് നന്ദിനി. അപ്പോൾ സ്വന്തം പേരിൽ അത് കേൾക്കുമ്പോൾ നിനക്ക് വിഷമമുണ്ടല്ലേ, അത് തന്നെയല്ലേ വേദയ്ക്കും തോന്നുകയെന്ന് നന്ദിനിയോട് ദേഷ്യപ്പെട്ട് കമല ചോദിച്ചു. വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ കയറി വരുന്നത്. അപ്പോൾ അച്ഛൻ കയറി വന്നപ്പോൾ ഇവിടെ വഴക്കുണ്ടാകുന്നത് കണ്ടോണ്ടാണ് വരുന്നത്. ഇമാതിരി കോപ്രായം കൂടി പഠിക്കാത്ത കയറി പോയേക്കരുതെന്നും പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുക കമല. അപ്പം എന്താ കമല ഇത്, എന്താ ഇവിടെ ഇതേ കവല വരെ കേൾക്കാലെ ബഹളം, അല്ലെങ്കിലോ നാട്ടുകാർക്കറിയാം ഈ വീട്ടിൽ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. അതിന് ഒച്ചത്തിൽ പറഞ്ഞ് നാട്ടുകാരെ കേൾപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ കുഴപ്പങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ഇവിടുത്തെ ഡിസ്കഷൻ എന്ന് നന്ദിനി അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് എല്ലാവരും നന്ദിനി ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ. ആ സമയം വേദ പറഞ്ഞു, അതെ അച്ഛാ, ആ കുഴപ്പങ്ങളുടെ കാരണം ഞാനാണെന്നാണ് വിക്രം പറയുന്നതെന്ന കാര്യം വേദ പറഞ്ഞു. വിക്രം എന്നൊരു അച്ഛനെ ഇങ്ങനെ നോക്കിയിരിക്കാം. നെയ്യാറ്റിൻകര നാരായണൻ സ്വാമി എന്നൊരു ജോത്സ്യൻ, അല്ല കോസ്മോ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞെന്ന്, അതായത് വേദയുടെ നെഗറ്റീവ് എനർജി കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അയാൾ ഈ മാഗ്നറ്റിക് ഫീൽഡൊക്കെ നോക്കുന്ന ആളാണെന്നാണ് അങ്ങനെ എന്തോന്നാ ഇവൻ പറഞ്ഞത്. കോസ്മെറ്റിക് സയൻറ്റിസ്റ്റ് ആണ് അത്രേ, അല്ലടാ എന്നൊക്കെ വിശ്വം ചോദിക്കുമ്പോൾ ഗുണ്ടാപ്പണി, കൂലിത്തല്ല്, രാഷ്ട്രീയ കച്ചവടം, കൂട്ടത്തിൽ വേണ്ടിയിരുന്നത് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദവും കൂടി ആയിരുന്നു അച്ഛൻ അന്നേരം വിക്രത്തോട് പറയാം. അത് പുതിയ കാലത്ത് ചേരാത്തത് കൊണ്ടായിരിക്കും കോസ്മിക് സയൻസുമായിട്ട് വന്നിരിക്കുന്നതല്ലേന്ന് അച്ഛൻ ചോദിച്ചു. പഠിക്കാൻ പറഞ്ഞയച്ച കാലത്തെ നീ ചെയ്തു കൂട്ടിയ ക്രൈം, അതിൻ്റെ ഫലമായി കിട്ടിയ ജയിൽവാസവും ഞങ്ങൾക്കുണ്ടാക്കിയ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അത് മരണം വരെ, അതിലും വലുതിനി വരാനില്ല എന്നും വിക്രത്തോട് അന്നേരം അച്ഛൻ പറഞ്ഞു. അത്രയും നേരം ഘോര പ്രസംഗിച്ചവർക്കൊന്നും മിണ്ടാനില്ല, അതായത് നന്ദിനിക്കും വിക്രത്തിനും. ആ സമയത്ത് വേദയോട്, മോളെ, കഴുത്തിൽ കെട്ടിയ താലിയുടെ പേരിൽ നീ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഈ അച്ഛൻ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ താമസം തുടങ്ങിയപ്പോൾ നിന്റെ നേർക്ക് മുഖം തിരിച്ചില്ലേ എന്ന് ചോദിച്ചു. വേദയൊന്നും മിണ്ടുന്നില്ല. അത് ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കൂടെ ചേർന്ന് നീ കൂടി നശിച്ചു പോകരുതെന്ന് ഓർത്തിട്ടാ മോളെ എന്ന് അച്ഛൻ വേദയോട് പറയാം. അപ്പോൾ വിക്രത്തിനൊരു കൂസലും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കുക. സമയം വൈകിട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇനിയെങ്കിലും നീ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കാനായിട്ട് അദ്ദേഹം വേദയോട് പറഞ്ഞു കൊടുക്കുന്നു. വജ്രത്തിൻ്റെ മൂല്യം അറിയുന്നവനെ അതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നും അതല്ലാത്തവനെ അത് വെറും വെള്ളാരം കല്ല് മാത്രമാണെന്ന കാര്യവും പറഞ്ഞ് നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് പോയി. ഇതൊരു അച്ഛൻ്റെ അപേക്ഷയായി നീ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഓരോരുത്തർ കയറിപ്പോയി കഴിയുമ്പോൾ നന്ദിനി വേദയോട്, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, എന്ത് വെറും വെള്ളാരം കല്ല് പോലെ ഇവിടെ ഇരിക്കാതെ ഇറങ്ങിപ്പോവാൻ. അങ്ങനെയാണോ നന്ദിനി അടുത്തേക്ക് അത് മനസ്സിലായത്? വേറെന്താ മനസ്സിലാക്കാനുള്ളത്? അല്ല, വൈരക്കല്ലിൻ്റെ മൂല്യം വന്ന ബുദ്ധികൾ തിരിച്ചറിയില്ലെന്നാണ് ഞാൻ കേട്ടത്. ആ കൂട്ടത്തിൽ ഏട്ടത്തെയും പെടും ചെല്ലാൻ പറഞ്ഞു വേദ. എന്നിട്ട് നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പോവാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് നന്ദിനിയെ പറഞ്ഞു വിട്ടിട്ട് വേദ അവിടെ നിന്ന് വാ വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.